എന്തിനാ മാനസി ഞാൻ വില കൊടുത്ത് ഇത്രയും വില കൊടുത്ത് വാങ്ങുന്നത്, എനിക്ക് അതിൻ്റെ സെമി മോഡൽ സാരി കിട്ടും എന്നെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു. എനിക്ക് വളരെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ്. ഇതൊരു എന്താ പറയുക, അവളെ ഇൻസൾട്ട് ചെയ്യുമെന്നല്ല, ജസ്റ്റ് അവളെ പോലെ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഉണ്ടാവില്ലേ, അതിന് എല്ലാവരോടും ഇൻഡിവിജ്വലി എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് ഇടാണ്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ, ഓക്കെ, ഒരു പ്യുവർ മോഡൽ സിൽക്ക് സാരിയുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 4900 മുതൽ 6000 വരെ വരാറുണ്ട്. പല കാരണങ്ങളും അതിനകത്ത് ചെറിയ ചെറിയ ഡിഫറൻസസ്. അപ്പം ഒരു സെമി മൊഡാൽ സിൽക്ക് സാരീസ് ഇന്ന് നമ്മൾ ഓൺലൈനിൽ കാണുമ്പോൾ 1200 1500 രൂപയൊക്കെ സെമി മൊഡാൽ സിൽക്ക് സാരി സെയിം ലുക്ക് ലൈക്കാണ്. പക്ഷേ അഗെയിൻ ദ വേർഡ് ഇസ് ദർ, ഇറ്റ് ഇസ് എ സെമി മൊഡാൽ സാരീസ്. Why should you actually invest in a pure modal silk saree? Because this pure modal silk saree is a part of our Indian culture. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യൻ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ ഓരോ റീജിയനും അതിൻ്റേതായ സ്പെസിഫിക് ഒരു സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ക്ലോത്തിങ് ഉണ്ട്. അപ്പോൾ ദിസ് ഈസ് ആക്ച്വലി ഒറിജിനേറ്റഡ് ഇൻ ഗുജറാത്ത് ആൻഡ് ദിസ് ഈസ് ഹാവിങ് അജ്രക് മോട്ടീവ്സ് ഇൻ ഇറ്റ്. അപ്പോൾ ആ ഓരോ മോട്ടീവ്സ് പോലും നമ്മുടെ ഇന്ത്യൻ കൾച്ചറിനെ ഭയങ്കരമായിട്ട് എന്താ പറയുക, നമുക്ക് വിളിച്ചോതുന്ന പോലെ ഭയങ്കര ഡിഫറെൻറ്റ് കൾച്ചറിനെ എംബ്രേസ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ കൺട്രിയാണ് ഇന്ത്യ. വി ഓൾ നോ ദാറ്റ് അല്ലേ. പലതരത്തിലുള്ള പല ഇൻഫ്ലുവൻസ്, നമുക്ക് അറബിക് ഇൻഫ്ലുവൻസ് ഉണ്ട്, പേർഷ്യൻ ഇൻഫ്ലുവൻസ് ഉണ്ട്, അല്ലെങ്കിൽ അഫ്ഗാൻ ഇൻഫ്ലുവൻസ് ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഇൻഫ്ലുവൻസ് നമുക്ക് നോർത്ത് സൈഡിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ മോട്ടീവ്സിലൊക്കെ പോലും പലതിനും നമുക്കൊരു പേർഷ്യൻ ഇൻഫ്ലുവൻസ് കാണാം. അപ്പോൾ പണ്ട് പേർഷ്യക്കാരും അവിടെ ഉണ്ടായിരുന്നതിൽ നിന്ന് വന്ന ചെറിയ മാംഗോ മോട്ടീവ്സ്, അങ്ങനെ നമുക്ക് വായിക്കാനും പറയാനും ഇതിനെപ്പറ്റി ഒത്തിരി ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറം ഈ സാരീസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആർട്ടിസൻസ് ഉണ്ടല്ലോ, ആർട്ടിസൻസ് അല്ല, ആ കലാകാരന്മാർ, അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു കലാകാരനെ സപ്പോർട്ട് ചെയ്യലും കൂടെയാണ് നമ്മൾ ആക്ച്വലി ഒരു ഹാൻഡ് ക്രാഫ്റ്റഡ് ഒരു സാരി വാങ്ങുമ്പോൾ ചെയ്യുന്നത്. ഇഫ് വി ആർ റണ്ണിങ് ബിഹൈൻഡ് മണി, ഐ ഡോണ്ട് വാണ്ട് ടു സ്പെൻഡ് all this money on something like which is handcrafted. I'll go for a machine made. It is your choice after knowing what is actually a handcrafted and the machine made sari there. സോ ഒരു അയാൾ നാച്ചുറൽ ഡൈ ഉപയോഗിച്ചാണ് ഒരു പ്യുവർ മൊഡാൽ സിൽക്ക് സാരി ചെയ്യുന്നത്. നാച്ചുറൽ ഡൈ എന്താണെന്ന് വീണ്ടും ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ നാച്ചുറൽ ഡൈയിങ് പ്രോസസ്, ഇറ്റ് ടേക്സ് ടൈം ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റഡ്. ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിനെ പറ്റി ഓൾമോസ്റ്റ് 90% ആൾക്കാർക്കും അറിയാമായിരിക്കണം. അപ്പോൾ ഒരു ബ്ലോക്ക് വെച്ച് അവർ ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് അതിനെ ഡ്രൈ ചെയ്ത് അങ്ങനെ ഇറ്റ് ഈസ് എ ഹ്യൂജ് പ്രോസസ്സ്. ഇറ്റ്സ് എ വെരി ലോങ് പ്രോസസ്സ് ആക്ച്വലി. അങ്ങനെ വരുന്ന ഒരു ഹാൻഡ് മെയ്ഡ്, ഹാൻഡ് ക്രിയേറ്റഡ് ഒരു ബ്യൂട്ടിയാണ് ആക്ച്വലി പ്യുവർ മൊഡാൽ സാരീസ് എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ടേക്സ് ടൈം ആൻഡ് അവർ ആ ടൈമും അവരുടെ എഫേർട്ടിനെയാണ് അവർ പ്രൈസ് ചെയ്യുന്നത്. ഇഫ് വി ആർ ആക്ച്വലി സ്പെൻഡിങ് എ ലോട്ട് ഓഫ് ടൈം ഇൻ സംതിങ്, വി ആക്ച്വലി പ്രൈസ് ആൻഡ് വി കോട്ട് ഫോർ ദാറ്റ്, റൈറ്റ്? നമ്മുടെ എഫേർട്ടിനെയാണ് അവിടെ കോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനൊക്കെ അപ്പുറത്ത് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ദർ ഇസ് എ ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ്. ഇറ്റ്സ് എ സസ്റ്റൈനബിൾ ലിവിങ്, സസ്റ്റൈനബിൾ വേ ഓഫ് ക്ലോത്തിങ്. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ് പ്യുവർ മൊഡാൽ സിൽക്ക് സാരീസ് ഈസ് വെരി ബ്രീത്തബിൾ. പിന്നെ അതിൻ്റെ ഫോള് ഭയങ്കര ഭംഗിയാണ്, മറ്റുള്ളത് പോലെയല്ല. യു ക്യാൻ ഓൾവേസ് വെയർ ഇറ്റ് ഫോർ ദിസ് ഹ്യൂമിഡ് കണ്ടീഷൻസ്. ഇഫ് യു നോ, ഗുജറാത്ത് ഇസ് ഓൾസോ ആക്ച്വലി എന്താ പറയുക, കുറച്ച് എന്താ പറയുക, നമുക്കൊരു ഹീറ്റ് ഫീൽ ചെയ്യുന്ന ഒരു പ്ലേസ് ആണ്. അപ്പോൾ അതിനോട് അഡാപ്റ്റബിൾ ആയിട്ടുള്ളൊരു ക്ലോത്തിങ് ആണ് അവരെടുത്തേക്കുന്നത്. അത് തന്നെ നമുക്കും വളരെയധികം, ഇപ്പോൾ കേരള കൾച്ചറിലും അത് ഉടുത്തുകൊണ്ട് നടക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്, കുറച്ചുകൂടി ബ്രീത്തബിൾ ആണ്, നമുക്ക് കുറച്ചുകൂടി സസ്റ്റൈനബിൾ ആണ്. When you go for the semi-modal silk sarees, you are not getting the same experience there. So that is not one another reason. And when you buy actually a handcrafted item, you are actually contributing to the Indian culture there. You are actually preserving an artisan, because these artisans are not passing their culture or their this values to their younger generation or their future generation, because this art is dying out very slowly because nobody is aware of such a art or the culture. They are not even bothered to just even learn about it. So this is my way of supporting any of the Indian culture or the artisans over here by actually buying a saree which is handcrafted and hand created. ഇപ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് നോക്കുവാണെങ്കിൽ ഒത്തിരി ഇംപെർഫെക്ഷൻസ് കാണാം. കാരണം ഒരു മനുഷ്യൻ്റെ സമയവും അയാളുടെ എഫേർട്ടാണ്. അതൊരിക്കലും മെഷീൻ ചെയ്തതുപോലെ ഇങ്ങനെ കറക്റ്റ് പോകുന്നില്ല. പക്ഷേ അതിലൊരു ബ്യൂട്ടി കാണുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പ്യുവർ മൊഡാൽ സിൽക്ക് സാരീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് മൊഡാൽ സിൽക്ക് സാരീസ്. ഐ ഡു എ ലോട്ട് ഓഫ് പ്യുവർ fabric materials and I literally love them for many reasons. So once again, I'll post some other video about natural dyeing, what is hand block printing and everything. If you people are actually interested in all these things and if you want to learn more, you can actually Google or just follow my videos for more. Thank you so much.